ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് ആനന്ദ്. നമുക്കിന്ന് മുന്തിരിക്കൊത്ത് ടീ ടൈം സ്നാക്കായ മുന്തിരിക്കൊത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് ഹോൾ ഗ്രീൻ ഗ്രാം പയർ എടുക്കുക. പയർ എടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കളർ ചെറുതായിട്ട് മങ്ങി വരുന്ന രീതിയിൽ വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് കാണാം നമ്മുടെ ഇതിലെ പയറിൻ്റെ കളറ് നന്നായിട്ട് മാറി വരുന്നുണ്ട്. അതൊരു മിക്സ്ചർ ജാറിലേക്ക് എടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ചെറുതായിട്ട് തിരുകിയ തേങ്ങ ഇടാം. 1 കപ്പ് മതിയാകും. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു യെല്ലോയിഷ് കളർ ആകുമ്പോഴത്തേക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതേസമയം ഒരു കപ്പിലേക്ക് 1 ബൗള് ശർക്കര ചെറുതായിട്ട് പൊടിച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ലിക്വിഡ് കണക്കിനെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ഈ മിക്സറിലേക്ക് ഒഴിക്കാം. അത് ആവശ്യത്തിന് മതിയാകും. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇടാം. അങ്ങനെ പൊടിക്കുന്നത് ഏലക്ക കുറച്ചും കൂടെ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആകുന്നവരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് നേരം തണുത്തതിന് ശേഷം കൈ പൊള്ളാത്ത വിധത്തിൽ ആകുമ്പോഴത്തേക്ക് എടുത്ത് ഉടനെ തന്നെ ചെറിയ സ്മോൾ ബോളായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കുക. കുറച്ച് ചൂട് കാണും, എന്നാലും കുറച്ച് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉരുട്ടാൻ പാടായിരിക്കും. വേറൊരു കപ്പിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി, അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇടാതെയും ചെയ്യാം, പക്ഷെ കളർ കാണില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം. എന്നിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു തിക്കനായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതേസമയം കുറച്ച് ഓയിൽ, ഒരു 250 ml ഓയിൽ, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ചൂടാക്കാൻ വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ഈ മിക്സ്ചറിലേക്ക് ഈ ബൗൾസ് ഇട്ടിട്ട് ഫുള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമുക്കെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതങ്ങെടുക്കാം. നമ്മുടെ മുന്തിരിക്കൊത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ബി അവർ ഗസ്റ്റ്. താങ്ക് യു.